നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളുമൊന്നിവിടെയുണ്ടായി വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാൻ. അന്നു തൊട്ടിവിടെ വാണിടിനാലഹല്യയും നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണേ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും വീരമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജസന്നിഭനേത്രത്തോടും വാസവനീയമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമയോഘമന്ദിരപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമതപോധനൻ തന്നോടു മുന്നമുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാ മനോഹരൻ. യുദ്ധമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യ സത്വരമഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശുക്കളൊഴുക്കിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മൂരഞ്ജലി ബിംബത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോലനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്ത